രാജ്യത്തിന് പുറത്തുവെച്ച് ലഹരി ഉപയോഗിക്കുന്നവരും യുഎഇയിൽ പിടിയിലാകും. യുഎഇയിൽ എത്തുമ്പോൾ നടത്തുന്ന പരിശോധനയിൽ രക്തത്തിൽ ലഹരിയുടെ അംശം കണ്ടെത്തിയാൽ നടപടി നേരിടേണ്ടി വരുമെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. വിദേശത്ത് നിന്ന് മയക്കുമരുന്ന് ഉപയോഗിച്ച ശേഷം യുഎഇയിൽ എത്തിയാൽ പിടിക്കപ്പെടില്ലെന്നാണ് പലരുടെയും ധാരണ. എന്നാൽ ഇത് തെറ്റാണെന്ന് പറയുകയാണ് നിയമവിദഗ്ധർ. എവിടെ വെച്ച് ലഹരി ഉപയോഗിക്കുന്നു എന്നത് പ്രസക്തമല്ലെന്നും യുഎഇയിൽ പ്രവേശിച്ചതിനു ശേഷം രക്തത്തിൽ ലഹരിയുടെ അംശം കണ്ടെത്തിയാൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മാസങ്ങളോളം മുടിയിലും ആഴ്ചകളോളം മൂത്രത്തിലും ലഹരി ഉപയോഗിച്ചതിന്റെ തെളിവുകൾ അവശേഷിക്കും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സന്ദർഭത്തിൽ പരിശോധന നടന്നാൽ നേരത്തെ ലഹരി ഉപയോഗിച്ചവർ പിടിക്കപ്പെടാൻ സാധ്യത ഏറെയാണ്. കാനഡ, നെതർലൻഡ്സ് തുടങ്ങി കഞ്ചാവ് നിയമവിധേയമായ രാജ്യങ്ങളിൽ നിന്ന് ലഹരി ഉപയോഗിച്ച ശേഷം യുഎഇയിൽ വന്നാൽ പോലും അത് നിയമവിരുദ്ധമാണ്. ലഹരി ഉപയോഗിച്ചു എന്ന സംശയത്തിന് പുറത്ത് മാത്രമായിരിക്കില്ല പരിശോധന നടത്തുക. ക്രിമിനൽ അന്വേഷണം, റോഡ് അപകടം, ജോലിസ്ഥലത്തെ പരിശോധനകൾ, മെഡിക്കൽ പരിശോധന, അതിർത്തി പ്രദേശങ്ങളിലെ പരിശോധന തുടങ്ങിയ സമയത്തും ലഹരിയുടെ അംശം ഉണ്ടോ എന്ന് പരിശോധിക്കാറുണ്ട്. മയക്കുമരുന്ന് കൈവശം വെക്കൽ, കടത്തൽ, വിതരണം ചെയ്യൽ എന്നീ കുറ്റങ്ങൾക്ക് പുറമെ ലഹരി ഉപയോഗിക്കുന്നതിനെ മറ്റൊരു നിയമപ്രശ്നമായാണ് യുഎഇ കണക്കാക്കുന്നത്. ചികിത്സാ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് 2021 ഫെഡറൽ നിയമപ്രകാരം ഗുരുതരമായ കുറ്റമാണ്. റിപ്പോർട്ടർ, ദുബായ്.